അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടതായ ദിക്റുകളും ദുആകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ കഴിഞ്ഞ ഒരവസരത്തിൽ ഉറക്കിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ടതും അതേപോലെ തന്നെ ഉറക്കിൽ നിന്ന് രാത്രി എഴുന്നേൽക്കുന്ന അവസരത്തിൽ പ്രത്യേകമായി ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പ്രത്യേകം പറയപ്പെട്ടതുമായ ദിക്റുകളെ സംബന്ധിച്ചായിരുന്നു നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്. അതോടനുബന്ധമായി കൊണ്ട് പലപ്പോഴും ഞെട്ടി ഉണരുന്നതും അതേപോലെ തന്നെ സ്വപ്ന ദർശനങ്ങളുമൊക്കെ പലപ്പോഴും നമുക്ക് രാത്രികളിൽ അനുഭവപ്പെടുകയാണ്. രാത്രിയോ പകലോ എപ്പോഴോ ആവട്ടെ, ഉറക്കത്തിൻ്റെ വേളയിൽ ഇങ്ങനെ സ്വപ്ന ദർശനങ്ങളുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഇവിടെയും ഇസ്ലാം അതിൻ്റേതായ ചില മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദിക്റുകളും ദുആകളും കൈകാര്യം ചെയ്യുമ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ചൊല്ലാനോ ദുആ ചെയ്യാനോ ഉണ്ടോ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദിനുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇദാ റആ അഹദുക്കും, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അദ്ദേഹം കേൾക്കുകയാണ്. എന്താ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്? ഇദാ റആ അഹദുക്കും റുഇയ, നിങ്ങളിൽ ഒരാൾ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ, എപ്രകാരമുള്ള സ്വപ്നമാണ് അയാൾ കണ്ടത്? യുഹിബ്ബുഹ, കണ്ട വ്യക്തിക്ക് ആ സ്വപ്നം നന്നായി ഇഷ്ടപ്പെട്ടു. അയാൾക്ക് ഇഷ്ടകരമായ ഒരു സ്വപ്നമാണ് ഒരാൾ കണ്ടതെങ്കിൽ, ഫഇന്നമാ ഹിയ മിനല്ലാഹ്, അത് അള്ളാഹുവിങ്കൽ നിന്ന് അയാൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണെന്ന് അയാൾ മനസ്സിലാക്കിക്കോട്ടെ. അള്ളാഹുവിങ്കൽ നിന്ന് തനിക്ക് കിട്ടിയ ഒരു സന്തോഷ വാർത്തയാണത് എന്ന് അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഫൽയഹ്മദില്ലാഹ അലൈഹ, അള്ളാഹുവിങ്കൽ നിന്നൊരു നിഅമത്ത് ഒരാൾക്ക് കിട്ടുമ്പോൾ അത് നൽകിയ റബ്ബിനെ അവൻ മനസ്സ് നിറഞ്ഞ് സ്തുതിക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഇവിടെ കൽപ്പന എന്താണ്? ഫൽയഹ്മദില്ലാഹ അലൈഹ, അവൻ അൽഹംദുലില്ലാ പറയട്ടെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് സ്വപ്നത്തിൽ ഇഷ്ടകരമായ ഒരു സ്വപ്നം ഒരാൾ കണ്ടാൽ അയാൾ എന്ത് പറയണം? ആ ഉറക്കിൽ നിന്നിങ്ങോട്ട് തെളിയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ചൊരു സന്തോഷം തോന്നുമ്പോൾ അവൻ എന്ത് പറയണം? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. പിന്നെ അടുത്ത മര്യാദ നോക്കൂ, വൽ യുഹദ്ദിസ് ബിഹാ, അവൻ അത് സംസാരിച്ചോട്ടെ, അതിനെക്കുറിച്ച് അവൻ പറയുകയും ചെയ്യട്ടെ. തനിക്കൊരു നിഅമത്ത് കിട്ടിയാൽ ആ നിഅമത്ത് അല്ലെങ്കിൽ തനിക്കൊരു സന്തോഷകരമായ കാര്യം കണ്ടാൽ അത് മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ പറയുക, അത് സംസാരിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് പറയാം. എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളിൽ കണ്ടതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് ചേർത്ത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറുഇയൽ ഹസനതു മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ഫഇദാ റആ അഹദുക്കും മാ യുഹിബ്ബു, നിങ്ങളിൽ ഒരാൾ ഇഷ്ടകരമായ വല്ലതും സ്വപ്നത്തിൽ ദർശിച്ചാൽ ഫലാ യുഹദ്ദിസ് ബിഹി, കണ്ടോ അവിടെ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ പൊതു കൽപ്പനയെ ഈ ഹദീസിൽ അതിന് ഉപാധി നിശ്ചയിക്കുകയാണ്, അതിനൊരു കണ്ടീഷൻ പറയുകയാണ്. അതെന്താണ്? ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു, തനിക്ക് ഏറ്റവും പ്രിയങ്കരായവരോടല്ലാതെ പറയരുത്, എല്ലാവരോടും അങ്ങനെ പറയരുത്. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നം 11 നക്ഷത്രങ്ങളും സൂര്യ ചന്ദ്രന്മാരും തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നവർ സ്വപ്നം കണ്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് യഖൂബ് അലൈഹിസ്സലാമിൻ്റെ കൃത്യമായ നിർദ്ദേശം എന്താണ്? നീ ഇത് ആരോടും പറയരുത് എന്നാണ്. നിന്റെ സഹോദരങ്ങളോട് നീ പറയരുത്. കാരണം ആ സഹോദരങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അവിടെ ഫസാദ് ഉണ്ടാക്കും. അത് അതിൻ്റേതായ ഒരു നിഅമത്ത് മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ ലികുല്ലി നിഅമത്തിൻ ഹസൂദുൻ എന്നൊരു പൊതുതത്വമുണ്ട്. ലികുല്ലി ദീ നിഅമത്തിൻ, ഏത് നിഅമത്ത് കിട്ടിയ ആൾക്കും ഹസൂദുൻ, അസൂയാലുക്കൾ ഉണ്ടാകും എന്നാണ്. അപ്പം അതുകൊണ്ട് അസൂയ വെച്ച് പുലർത്തിയിട്ട് പല രൂപത്തിലുള്ള വല്ല പാരപ്പണികളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഏറ്റവും തനിക്ക് എതിരൊന്നും ചെയ്യൂല, തൻ്റെ നന്മകളിൽ സന്തോഷിക്കുന്ന ആളുകളാണ്
എന്ന് തോന്നുന്ന ഏറ്റവും താൻ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമേ പറയണമെങ്കിൽ പറയേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരോടും അത് പറയേണ്ടതില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ രണ്ടാമത്തെ മര്യാദ. ഇനി നബി തങ്ങൾ പറയാണ് വൈദാ റആ ഗൈറ ദാലിക മിമ്മാ യക്റഹു. ഈ സ്വപ്നം മറ്റൊരു വിധമുണ്ടല്ലോ. അതെന്താണ്? അവന് പേടി തോന്നുന്ന അനിഷ്ടകരമായ അരോചകമായ ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഫഇന്നമാ ഹിയ മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ളതാണെന്ന് കരുതണം. ഇത് പൈശാചികമായ സ്വപ്നങ്ങളാണ് എന്നവൻ മനസ്സിനെ പഠിപ്പിക്കുകയും പിശാച്ച് തന്നെ പൈശാചികമായ നിലക്കുള്ള വസ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തു വേണം? ഫൽയസ്തഇദ് മിൻ ശർരിഹാ, പിശാച്ചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കണ്ടോ? അപ്പോൾ ചീത്തയായ സ്വപ്നങ്ങൾ കണ്ടാലുള്ള മര്യാദ എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അത് പറയണം. പിശാച്ചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അതോടൊപ്പം വലാ യദ്കുറുഹാ ലി അഹദിൻ, കണ്ടോ? നേരത്തെ പറഞ്ഞത് എന്താണ്? നല്ലതാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞോളാനാണ്. ഇത് പറഞ്ഞപ്പോഴോ വലാ യദ്കുറുഹാ ലി അഹദിൻ, ഒരാളോടും അത് പറയുകയും അരുത്. ഫഇന്നഹാ ലാ തദുറുഹു, എങ്കിൽ ആ സ്വപ്നം അവനെ ശല്യപ്പെടുത്തുകയില്ല, അവനത് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. എന്ത് പേടിപ്പിക്കുന്ന സ്വപ്നമായാലും ശരി, അവൻ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഷെറൊന്നും ഉണ്ടാവില്ല. ഒക്കെ പൈശാചികമായ ചില സ്വപ്നങ്ങളാണ്, കേവലം മനസ്സിൻ്റെ ചില തോന്നലുകളാണ് എന്ന് സമാധാനിക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം അതിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട്, പൈശാചികമായ ഷെറിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കാൻ മറക്കുകയും അരുത്. കാരണം ഇങ്ങനെ പലപ്പോഴും ആളുകൾ ഈ സ്വപ്നം കണ്ടതൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു പ്രവണത ആദ്യകാലത്തുണ്ടായിരുന്നു. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്, ആ സ്വപ്നങ്ങൾ കണ്ടിട്ട് പലപ്പോഴും എനിക്ക് അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില രോഗങ്ങളൊക്കെ എന്നെ ബാധിക്കാറുണ്ട് ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ. ഏതുവരെ ഞാൻ അള്ളാന്റെ റസൂലിനോട് ഹത്താ സമയത്തു, അബൂ സലമത്ത് പറയണം, ഹത്താ സമയത്തു, ഞാൻ കേൾക്കുന്നത് വരെ. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇപ്രകാരം എന്നോട് പറഞ്ഞു, എന്ത്? ഞാനും ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പേരിൽ രോഗിയാവാറുണ്ട്. പിന്നെ എനിക്കത് നിന്നതെപ്പോഴാണ്? അള്ളാന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? നിങ്ങൾ ചീത്തയായ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങളത് ആരോടും പറയരുത് എന്ന് മാത്രമല്ല, അതിൻ്റെ ഷെറിൽ നിന്നും, ശൈത്താൻ്റെ ഷെറിൽ നിന്നും, ആ കണ്ട സ്വപ്നത്തിൻ്റെ ഷെറ്, അതുകൊണ്ടുണ്ടാകാവുന്ന തിന്മകൾ, പിശാച്ചിൻ്റെ ഷെറുകൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യണം എന്ന ഹദീസ് കേട്ടതിൻ്റെ ശേഷം പിന്നെ എനിക്ക് രോഗമൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. കാരണം പിന്നെ ഞാൻ പറയാറില്ല, പിന്നെ ഞാനത് പറയാറുണ്ടായിരുന്നില്ല, ആരോടും പറയൂല. ഇനി മറ്റൊരു മര്യാദ എന്താണ്? ഒരു ഹദീസിൽ നോക്കൂ, ഇദാ റആ അഹദുകുമുർ റുഇയ യക്റഹുഹാ, നിങ്ങളിൽ ഒരാൾ താൻ വെറുക്കുന്ന, തനിക്ക് അരോചകമായ ഒരു സ്വപ്നം ദർശിച്ചാൽ ഫൽ യബ്സുഖ് അൻ യസാരിഹി സലാസ, നേരത്തെ പറഞ്ഞതിനൊക്കെ പുറമെ വൽ യബ്സുഖ്, അവൻ എന്ത് ചെയ്യട്ടെ? അവൻ തുപ്പട്ടെ എന്നാണ്. ഫൽ യബ്സുഖ് അൻ യസാരിഹി സലാസ, അവൻ്റെ ഇടതുഭാഗത്തേക്ക്. കാരണം മനുഷ്യ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരുന്ന പിശാച്ച് ഏതാണ്ടൊരു ഇടതുഭാഗത്തായിട്ടാണല്ലോ അവൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഈ നിലക്കൊള്ളൽ, അവൻ്റെ ഹൃദയം നിലക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് പിശാച്ചിനോടുള്ള ഒരു പ്രതീകാത്മകമായ നിലക്കുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക? ഒരു 3 തവണ ഇങ്ങനെ ഒന്ന് തുപ്പുക. തുപ്പുക എന്ന് പറയുമ്പോൾ ഒന്നാകെ വായിലിങ്ങനെ തുപ്പലൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ബെഡ്റൂമിൽ തുപ്പണം എന്നല്ല. അവൻ ഒരു തുപ്പുനീര് ചെറിയ നിലക്ക് ഇങ്ങനെ തെറിപ്പിക്കുന്ന നിലക്ക്, അതാണ് തഫല എന്നൊക്കെ പറയുന്നത്. ആ നിലക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം, പൈശാചികമായ ആ തോന്നൽ, പിശാച്ചിനോടുള്ള ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന നിലക്ക് അവനെ പ്രകാരം ചെയ്യട്ടെ. വല്ലസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനി സലാസൻ, കണ്ടോ? അപ്പം 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. മറ്റൊരു മര്യാദ കൂടി കേട്ടോളൂ. വൽ യതഹവൽ അൻ ജൻബിഹി അല്ലദീ കാന അലൈഹി, കിടന്നിരുന്ന പൊസിഷൻ ഒന്ന് മാറിക്കിടക്കുക. അവൻ ഉണർന്നപ്പോൾ അവൻ എപ്രകാരം കിടന്നിരുന്നു എന്നാണ് അവൻ്റെ ഓർമ്മയിലുള്ളതെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞടക്കുക, അല്ലെങ്കിൽ തലയണ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച്, കുറച്ചൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ച്, കിടത്തത്തിൻ്റെ പൊസിഷനൊന്നും രൂപമാറ്റം വരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ
ഒരു നിലക്കും ആ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള കാര്യം ഇവനെ ബാധിക്കുകയോ അതുകൊണ്ടൊരു ഷെറ്, ഒരു പ്രത്യേകമായ നിലക്കുള്ള ഒരു ശല്യം അവന് ഉണ്ടാവുകയോ ഇല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഈ നിയമങ്ങളൊക്കെ ഇന്ന് അറിയുന്ന ആളുകൾ എത്ര പേരുണ്ട്? പലപ്പോഴും ആളുകൾ സ്വപ്നത്തിലൊക്കെ ഞെട്ടി ഉണർന്നാൽ വേഗം പിറ്റേന്ന് തങ്ങന്മാരെന്ന് പറയുന്ന, ബീവിമാരെന്ന് പറയുന്ന, ഔലിയാക്കളെന്ന് അവർ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് ചരട് മന്ത്രിച്ച് കെട്ടാനൊക്കെയാണ് നോക്കുക. ആരോ തനിക്ക് സിഹർ ചെയ്തു, അല്ലെങ്കിൽ ശൈത്താൻ്റെ എന്തോ ആ നിലക്കുണ്ട്, അങ്ങനെ ചരട് കെട്ടാനും മന്ത്രിക്കാനും പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കാണ് അവൻ പോകുക. ഇവിടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഇതിലെവിടെയെങ്കിലും നീ ഒരു ചരട് കെട്ടിക്കോ എന്ന് പറഞ്ഞോ? ആരെക്കൊണ്ടെങ്കിലും മന്ത്രിപ്പിച്ചിട്ട് നീ ഒരു ചരട് കെട്ടിക്കോ, മന്ത്രിപ്പിച്ചൊരു വെള്ളം കുടിച്ചോ എന്നൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ നിലക്കുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ കിടക്കുന്ന ബെഡിനടിയിൽ തലയണക്കടയിൽ നീ ഉറുക്കെഴുതിയിട്ട് അത് വെച്ചോ, തകിടിൽ എന്തെങ്കിലുമൊക്കെ കളങ്ങൾ വരച്ച് കണ്ട് അത് ഒരു പ്രത്യേകമായ രൂപത്തിൽ നീ അത് എഴുതി അത് കെട്ടിക്കോ, അല്ലെങ്കിൽ അത് തലയണക്കടിയിലോ നിന്റെ ബെഡ്ഷീറ്റിനടിയിലോ സ്ഥാപിച്ചോളൂ, അല്ലെങ്കിൽ ബെഡ്റൂമിൽ എവിടെയെങ്കിലും സ്ഥാപിച്ചോളൂ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ചില ആളുകൾ എന്നിട്ട് അവർ ഇതിനൊക്കെ എതിർത്താൽ പറയും ഇവർക്ക് മന്ത്രമല്ല, ഇവർക്ക് ദിക്റില്ല എന്ന് പറയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിങ്ങളാരും ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ട എന്നാണ് ഇത്തരത്തിലുള്ള തങ്ങന്മാരെന്ന് പറയുന്ന, ബിബിമാരെന്ന് പറയുന്ന, ഔലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് വിലസി നടക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകരോട് പറയുവാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ എത്ര ക്ലിയറാണ്, എന്തെല്ലാം മര്യാദകൾ ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സഹാബിമാരൊക്കെ ഏതെല്ലാം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടവർ. ഒരിക്കൽ ഒരു സഹാബി എന്നിട്ട് പറയണ, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എൻ്റെ തല തന്നെയാണ് മുറിച്ചിട്ടിക്കണത്, എൻ്റെ തല മുറിച്ചിട്ടതാ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ എൻ്റെ തല ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ ഞാൻ ആ തലയുടെ പിന്നാലെ ഹൈ സ്പീഡിൽ ഞാനും ഇങ്ങനെ പായാണ്. അള്ളാഹിൻ്റെ റസൂൽ അത് കേട്ടപ്പോൾ ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ ചിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ചില തോന്നിപ്പിക്കലാണ്, ശൈത്താൻ്റെ കളിയാണ്, അതുകൊണ്ട് നിങ്ങളത് ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ രൂപത്തിലുള്ള മറുമരുന്നുകളാണ് അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നത്. നോക്കണം നിങ്ങൾ. അപ്പം ജീവിതത്തിൽ നമ്മൾ നല്ല സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്കുക. ഭീകര സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാനും പൈശാചിക ശെറുകൾ നീങ്ങാനുമൊക്കെ വേണ്ടതെന്താ? പകൽ സമയത്തുള്ള ഉറക്കമല്ലാത്ത ഘട്ടങ്ങളിലുള്ള ജീവിതമൊക്കെ എന്ത് ചെയ്യുക? വളരെ നല്ല തഖ്വയോടുകൂടെയാക്കുക. ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഇത്തഖില്ലാഹ ഫിൽ യഖ്ള. നിന്റെ ഉണർച്ചയിൽ നീ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ നീ ജീവിക്കുക. വലാ തുബാലി, നീ ഒരിക്കലും മൈൻഡ് ചെയ്തു പോകരുത്. മാ റഅയ്ത ഫിന്നൗം, ഉറക്കിൽ കാണുന്നതൊന്നും പിന്നെ നീ മൈൻഡ് ചെയ്യേണ്ട. ഉണർച്ചയിൽ നീ നല്ല തഖ്വയോടെ ജീവിച്ചോ, പിന്നെ ഉറക്കിൽ എന്ത് കണ്ടാലെന്താ ബേജാറാവൊന്നും വേണ്ട. അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചൊക്കെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ റബ്ബിൽ തവക്കുലാക്കുക, റബ്ബിനോട് തേടുക എന്നുള്ളതിനപ്പുറം പൈശാചികമായ മറ്റു പ്രവർത്തനങ്ങളിലേക്കും ശിർക്കിലേക്കും മറ്റുള്ള അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്കും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കുമൊക്കെയാണ് ഇന്ന് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൽ അഭയം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലാതെ സമൂഹത്തിന് പൈശാചിക മാർഗങ്ങളിലേക്ക് പോകാനാവില്ല. ആര് പൈശാചിക മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടോ അവർ ഇസ്ലാമിൻ്റെ സുന്ദരമായ പാന്താവിനെ അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? കൈവടിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ ഇനിയെങ്കിലും അവരുടെ സ്വപ്നത്തിൻ്റെ ഘട്ടങ്ങളിൽ ഈ മര്യാദകൾ, നല്ലതാണെങ്കിൽ എന്തൊക്കെ മര്യാദകൾ, ചീത്തയായ തനിക്ക് അരോചകമായ പേടിപ്പെടുത്തുന്ന താൻ വെറുക്കുന്ന ആ രൂപത്തിലുള്ള കാഴ്ചകളാണോ കണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഒക്കെ പാലിച്ചുകൊണ്ട് ഈ മര്യാദകളൊക്കെ പാലിച്ച് ചൊല്ലേണ്ടതൊക്കെ 3 തവണ ചൊല്ലി അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ടാണെങ്കിൽ ഒന്നും ഒരു ശല്യവും അവനുണ്ടാവുകയില്ല. അള്ളാഹു എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ചര്യയെ അനുധാവനം ചെയ്യുന്ന, പിന്തുടരുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.